ഹലോ, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് ചിക്കൻ ഫ്രൈ മേടിക്കാമെന്ന് വിചാരിച്ചു. തൊട്ടപ്പുറത്ത് ബേക്കറിയാണ്. ബേക്കറിയിൽ ജംസ് ഇരിക്കുന്ന കണ്ടപ്പോൾ ആളുടെ സ്വഭാവം അങ്ങ് മാറി. അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇതൊരു പ്രതീക്ഷിക്കാതുള്ളൊരു വ്ളോഗും കൂടെയാണ്. വ്ളോഗ് എടുക്കേണ്ടതാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്നിരുന്നതും അമ്മ ഓടിപ്പോയൊരു സാധനം എടുത്തുകൊണ്ട് വന്നു. നോക്കിയപ്പോൾ ചേട്ടനൊരു സ്പ്രേ ആണ് കേട്ടോ കൊണ്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് നൈറ്റി എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ പുള്ളിക്കാരി അതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓ ഇടി മോളെ, സൂപ്പർ നൈറ്റി ഇടി. ഇത് കേട്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. കാരണം എല്ലാ മോഡലും നൈറ്റിന്ന് പുള്ളിക്കാരി ഇടാറില്ല. അമ്മയ്ക്ക് മേടിച്ചുകൊണ്ടുവന്ന ചിക്കൻ ഫ്രൈ ആണ് ഞാനിരുന്ന് കഴിക്കുന്നത്. കാരണം അമ്മ നേരത്തെ ചോറ് കഴിച്ചായിരുന്നു. ഇതിപ്പോ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും കണക്കാണ്. കാരണം അമ്മ 1-2 പീസൊക്കെ എടുക്കാറുള്ളൂ. അങ്ങനെ കുറെ നേരം ഇരുന്ന് സംസാരിച്ച് വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആണ് കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് നേരെ പള്ളിയിലേക്കാണ് പോയത്. ഉത്സവം തുടങ്ങി തീരാറുമായി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നില്ല. എല്ലാ വർഷവും നേരത്തെയാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം ചേട്ടൻ കുറച്ച് ബിസി ആയിപ്പോയി. മുമ്പൊക്കെ ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ ചെടിയുടെ സെക്ഷനിൽ പോയാൽ റോസാപ്പ് മാത്രം നോക്കിയിട്ട് അങ്ങ് കറങ്ങി പോകും. പക്ഷെ ഇപ്പോഴാണെങ്കിലും ഏത് ചെടി കണ്ടാലും വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് തോന്നും. അങ്ങനെ ഈ ഒരു ചെടി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റേറ്റ് കേട്ടപ്പോൾ പയ്യെ അവിടെ വെച്ചിട്ടങ്ങ് പോന്നു. അതേപോലെ തന്നെ കത്തിയുടെ സെക്ഷൻ വന്നാൽ ഒരു കത്തി എടുക്കാതെ പോകത്തില്ല. ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം എടുത്തോണ്ട് പോകും. കാരണം വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിക്ക് ഒരു മൂർച്ചയില്ല. അതേപോലെ ഒരെണ്ണം മേടിച്ചതാണ് ഇത്. ചേട്ടൻ മര്യാദയ്ക്ക് നല്ല കത്തി എടുത്ത് തന്നതാണ്. ഞാനാണ് പറഞ്ഞത് അത് മതി ഇത് മതി എന്നൊക്കെ. അവസാനം പൈസയും പോയി. അവിടെ അത്രയും കഴിക്കാൻ സാധനങ്ങൾ ഉണ്ടായിട്ട് എന്ത് കഴിക്കുമെന്ന് തങ്ങളി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചു. മോളെ ആണെങ്കിൽ നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്പോഴും പറ്റിച്ചു. അഡീഷണൽ ആയിട്ട് ഒരു കോൺ മേടിച്ച് കൊടുത്തിട്ട് കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുത്തു. കൊതിയനെയും കൊതിച്ചിയും കൂടെ കൊച്ചിനെ ഐസ്ക്രീം കഴിക്കാൻ സമ്മതിക്കാതെ കുറച്ചങ്ങാട്ട് എടുത്ത് കഴിച്ചു. ദേ കിടക്കുന്നു ഒരു ഒറ്റ ഏറി. ഇതിപ്പോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്ന. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചോദിച്ച ഉടനെ എടുത്ത് തരുന്നതാണ്. ഇന്ന് എന്ത് പറ്റിയാ എന്തോ. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട മുറുക്കൊക്കെ മേടിച്ച് സോപ്പ് ഇട്ട് നേരെ വീട്ടിലേക്കാണ്. ടാറ്റാ.